നമസ്കാരം, ബിന്ദുസ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഋഷികേശിലാണ്. യോഗയുടെയും ധ്യാനത്തിൻ്റെയും ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഋഷികേശ് ഹിമാലയത്തിലേക്കുള്ള കവാടം കൂടിയാണ്. വർഷം മുഴുവനും നല്ല ക്ലൈമറ്റാണ് ഋഷികേശിൽ. അതുകൊണ്ട് തന്നെ ഏത് സമയവും എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റിയൊരിടം കൂടിയാണ്. ഋഷികേശിൽ നമുക്ക് താമസത്തിനാണ് കുറച്ച് പൈസ കൂടുതൽ ചിലവാകുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്നത് തിരുപ്പതി സ്യൂട്ടാണ്. ആ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. മറ്റുള്ള ഹോട്ടലുകളെ അപേക്ഷിച്ച് കുറച്ച് പൈസ കുറവായിരുന്നു. 2000 രൂപയായിരുന്നു ഇവിടുത്തെ ചാർജ്. ഈ ഒരു ഹോട്ടൽ വരുന്നത് ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിളിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്, ഗംഗാ നദിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. പൊതുവേ വളരെ ചാർജ് കൂടുതലാണ് ഋഷികേശിലെ താമസ സൗകര്യം. നിങ്ങൾ എൻ്റെ വരും വീഡിയോകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഋഷികേശിൽ താമസത്തിന് വരുമ്പോൾ താമസിക്കാൻ പറ്റിയൊരിടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഞങ്ങൾക്കത് മുമ്പേ അറിയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. അപ്പോൾ ഇനി നിങ്ങൾ ഋഷികേശിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അതെന്താണെന്ന് ഞാൻ വരും വീഡിയോയിൽ പറയാം. അപ്പോൾ പുതിയ കൂട്ടുകാർ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. ഋഷികേശിൽ ടൂറിസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു വനിതയാണിത്. തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ അമ്മയും. അവർക്ക് എൻ്റെ അമ്മയോട് ഭയങ്കര ഇഷ്ടം. എൻ്റെ അമ്മയ്ക്ക് മലയാളം അല്ലാതെ മറ്റൊരു ഭാഷയും അറിയത്തില്ല. പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെയാണ്, ആരോടും പെട്ടെന്ന് അങ്ങ് അടുക്കും. സ്നേഹത്തിന് ഭാഷയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ജർമ്മനിയിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഫ്രീ ടൈമുകളിൽ ഞങ്ങൾ മാക്സിമം ട്രാവൽ വീഡിയോസ് കാണും. അത് ഇന്ത്യയിലുള്ള ട്രാവൽ വീഡിയോസാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കും അടുത്ത തവണ നമുക്ക് അവിടെ പോകണോ അല്ലെങ്കിൽ ഇവിടെ പോകണോ എന്നൊക്കെ. പക്ഷേ ഒരിക്കൽ പോലും ഇത്രയും പെട്ടെന്ന് നമുക്ക് ഋഷികേശിൽ വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. വളരെ പെട്ടെന്നാണ് ആ ഒരു ആഗ്രഹം സാധിച്ചത്. ഇത് ഒരു ദിവസത്തേക്കാണ് നമ്മൾ ഋഷികേശിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ദിവസം കൊണ്ട് മാക്സിമം ഋഷികേശിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ടു തീർക്കണം. ഋഷികേശ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താ? അതെ, ലക്ഷ്മൺ ജൂലയും രാം ജൂലയും തന്നെയാണ്. ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും പേരിലുള്ള 2 തൂക്കുപാലങ്ങൾ. എന്നാൽ രാം ജൂലയുടെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ പുതിയതായിട്ടൊരു പാലം വന്നിട്ടുണ്ട്, ജാൻകി ചൂല. 274 കിലോമീറ്റർ നീളത്തിലാണ് ഗംഗാനദിയുടെ കുറുകെ ഈ ഒരു പാലം പണിതിരിക്കുന്നത്. ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും പോകാനായിട്ടുള്ള പ്രത്യേക പാതകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റും. ശ്രീരാമൻ്റെ ഭാര്യയായ സീതയുടെ പേരിലാണ് കേട്ടോ ഈ ജാൻകി ചൂലയുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീരാം ചൂലയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ജാൻകി ചൂല വരുന്നത്. ഹരിദ്വാറിൽ നിന്നും വെറും 25 കിലോമീറ്റർ അകലെയാണ് ഋഷികേശ് സ്ഥിതി ചെയ്യുന്നത്. ബദരീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തുടക്കസ്ഥാനവും ഈ ഋഷികേശ് തന്നെയാണ്. ഹിന്ദുക്കളുടെ പുണ്യനദിയായ ഗംഗ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും 250 കിലോമീറ്ററിലധികം ദൂരെ താഴേക്കൊഴുകി ഉത്തര സമതലത്തിൽ പ്രവേശിക്കുന്നതും ഈ ഋഷികേശിൽ വച്ച് തന്നെയാണ്. ഗംഗാനദിയുടെ ഇരുകരകളിലും ധാരാളം ആശ്രമങ്ങളും അതുപോലെ ഹോട്ടലുകളും ക്ഷേത്രങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ സഞ്ചാരികൾക്ക് ഒരു പ്രയാസവും കൂടാതെ പെട്ടെന്ന് തന്നെ 2 കരകളിലും സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കന്നാസുകളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങി ഗംഗയിലെ ജലം വീടുകളിലൊക്കെ കൊണ്ടുപോകാം.
ധാരാളം ആൾക്കാർ ഇതുപോലെ മൺചിരാത് വിൽക്കാൻ വേണ്ടി നടപ്പുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ധാരാളം ഉണ്ട്. ഞാൻ എന്തായാലും ഇപ്പം മൺചിരാത് വാങ്ങുന്നില്ല, രാത്രിയിൽ മൺചിരാത് ഒഴുക്കാം, ഇപ്പം വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരു വിളക്കിന് 20 രൂപയാണ് ഇവർ ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ വന്നില്ലേ ആ ജാൻകി ചൂല, അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് ആ ജാൻകി ചൂല കാണാനായിട്ട്. ഉത്തരാഖണ്ഡിലെ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ നിന്നുമാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗാജലത്തിന് ഭയങ്കര തണുപ്പാണ്. ഗംഗാനദിയിൽ ശക്തമായ തണുപ്പും ശക്തമായ ഒഴുക്കുമുണ്ട്. എങ്കിലും ധാരാളം ആൾക്കാരാണ് ഇവിടെ കുളിക്കുന്നത്. ഗംഗാനദിയിൽ കുളിച്ചാൽ തീരാത്ത പാപങ്ങളൊന്നും ഇല്ലെന്നാണല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഞങ്ങളും ഇന്നത് ഇവിടെ നിന്ന് കുളിക്കാമെന്നാണ് തീരുമാനം. ഇന്നലെ കാശിയിൽ പോയിട്ട് നമുക്ക് കുളിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് ഇവിടെ കുളിക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിയട്ടെ. മൂന്ന് രുദ്രാക്ഷത്തിന് 50 രൂപയാണ് അവർ ചോദിക്കുന്നത്. അതിൻ്റെ തോട് പോലും പൊളിച്ചിട്ടില്ല. ഇതേ ഇത് BP ഷുഗറിനൊക്കെ നല്ലതല്ലേ പറയണം. അത് അമ്മയ്ക്കൊക്കെ വാങ്ങിക്കാം. ചേച്ചി ഇത് വാങ്ങിക്കാം, നോക്ക്. ശിവനും പാർവതി ഇത് വേണം, മോന് വാങ്ങിക്കാം. അപ്പോൾ അത് അവരിവിടെ വൃത്തിയാക്കി തരും. ഒരു മുഖം, 2 മുഖം, 3 മുഖം, അങ്ങനെ പല മുഖങ്ങളുള്ള രുദ്രാക്ഷമുണ്ട്. അപ്പോൾ ഓരോ രുദ്രാക്ഷങ്ങളും ഓരോ പർപ്പസിനാണ് നമ്മളത് ധരിക്കുന്നതെന്നാണ് ഒരാൾ പറയുന്നത്. ഋഷികേശിൽ 2 ഇടങ്ങളിലാണ് ഗംഗ ആരതി നടക്കുന്നത്. അതിലൊരെണ്ണം ത്രിവേണി സംഗമത്തിലും മറ്റൊരെണ്ണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പരമാർത്ഥ് നികേതനിലുമാണ്. അപ്പോൾ വൈകുന്നേരത്താണ് 6 മണിക്കും 7 മണിക്കും ഇടയിലാണ് ഗംഗ ആരതി നടക്കുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് ഇങ്ങോട്ടത്തേക്ക് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഗംഗ ആരതി എന്ത് തന്നെയായാലും ഋഷികേശിൽ നിന്ന് കാണുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അപ്പോൾ ഗംഗാരതി കാണാൻ വേണ്ടി വൈകുന്നേരത്ത് നമുക്ക് വരാം. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ചില സ്ഥലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും അതിൻ്റെ പൂർണ്ണതയിൽ എത്താൻ പറ്റില്ല.
അങ്ങനെ ഒരു സ്ഥലമാണ് ഋഷികേശ്. ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ ഋഷികേശിനെ വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഋഷികേശിൽ വന്നിട്ട്, ആർക്കും വരാം, വന്നിട്ട് ഇവിടുത്തെ ആ ഒരു ചുറ്റുപാടും ആ ഒരു ക്ലൈമറ്റും ഒക്കെ ഒന്ന് അനുഭവിച്ചറിയുമ്പോഴേ ഇവിടുത്തെ ആ ഒരു യഥാർത്ഥ ഋഷികേശ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കി ഒരു വലിയ ഹനുമാൻ സ്വാമിയുടെ ശില്പം കാണാം. ആ നെഞ്ച് പിളർന്നു വച്ചിരിക്കുന്ന ഒരു ഹനുമാൻ സ്വാമി. ആ ഹനുമാൻ സ്വാമിയുടെ നെഞ്ചിനുള്ളിൽ സീതാദേവിയും ശ്രീരാമൻ സ്വാമിയുമാണ്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഗീതാഭവൻ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനുള്ളിൽ കൂടി നമുക്ക് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അത് തൊട്ടടുത്തായിട്ടൊരു പഴം വിൽക്കുന്നത് കണ്ടു. ഇതാണ് രാംഫൽ. ഋഷികേശിലെ ചെറുതും വലുതുമായ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഋഷികേശ് എന്ന് പറയുമ്പോൾ തന്നെ രാം ജൂലയും ലക്ഷ്മൺ ജൂലയുമാണ് നമ്മൾ ആദ്യം ഓർക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് രാം ജൂല. 1986 രാം ജൂല ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തത്. ഋഷികേശിലെ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് രാം ജൂല. 450 മീറ്റർ നീളത്തിൽ ഗംഗാനദിയുടെ മുകളിൽ കൂടി പണിതിട്ടുള്ള ഒരു ഇരുമ്പ് തൂക്കുപാലമാണ് രാം ജൂല. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ ഈ ഒരു പാലത്തിന്. ദിനം പ്രതി ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ പാലത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ രാം ജൂലയിൽ കൂടി ഒന്ന് നടന്ന് ഇതിലെ കാഴ്ചകൾ കാണാം. പാലത്തിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാനായിട്ട് 2 കുരങ്ങന്മാർ ഈ പാലത്തിൽ ഇരിപ്പുണ്ട്. നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത തരത്തിൽപ്പെട്ടിട്ടുള്ള കുരങ്ങന്മാരാണ് നമ്മൾക്കവിടെ കാണാൻ പറ്റിയത്. ചില ബോളിവുഡ് സിനിമകളൊക്കെ ഋഷികേശിലും അതുപോലെ തന്നെ ഈ രാം ജൂല പാലത്തിലൊക്കെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കത് ഏത് സിനിമകളൊന്നും അറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഈ പാലത്തിൽ കൂടി നടന്നു പോകുമ്പോൾ ഈ പാലം ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉള്ളിലൊരു ചെറിയ പേടിയില്ലാതില്ല. പൊട്ടിയൊന്നും വീഴത്തില്ല, എങ്കിലും ഒരു പേടി. വിനോദസഞ്ചാരികൾക്കായിട്ട് ഋഷികേശിലെ കായിക വിനോദങ്ങളും സാഹസിക വിനോദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവയിൽ പ്രധാനപ്പെട്ട ഒരു കായിക വിനോദമാണ് നിങ്ങളിപ്പോൾ ഈ ഗംഗാനദിയിൽ കാണുന്ന റിവർ റാഫ്റ്റിംഗ്. ഞങ്ങൾക്കും ഇത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ ഹസ്ബൻഡിന് കാല് നല്ല വേദന, അതുകൊണ്ടാണ് നമ്മളതിൽ പങ്കെടുക്കാതിരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ആ റിവർ റാഫ്റ്റിങ്ങിലൊന്ന് കയറണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്തായാലും അടുത്ത തവണ ഋഷികേശിലേക്ക് വരുമ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യണം. ഇനി 1 മണിക്കൂറോളം ഉണ്ട് കേട്ടോ ഗംഗാരതി നടക്കാൻ. ഞങ്ങൾ നേരത്തെ തന്നെ വന്ന് സീറ്റൊക്കെ ഉറപ്പിച്ചു. കാശിയിൽ ഞങ്ങൾ ലേറ്റായത് കാരണം നന്നായി ഗംഗാരതി കാണാൻ പറ്റിയില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ധാരാളം ആൾക്കാർ അവരുടെ സീറ്റുകളെല്ലാം ഉറപ്പിച്ചിരിക്കുകയാണ് ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട്. 2 സ്ഥലങ്ങളിലാണ് ഋഷികേശിൽ ഗംഗാരതി നടക്കുന്നത്. ഒന്ന് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന പരമാർത്ഥ് നികേതനിലും മറ്റൊരെണ്ണം ത്രിവേണി സംഗമത്തിലുമാണ്. 6 മണിയാകുമ്പോൾ ഗംഗാരതി തുടങ്ങും. ഏകദേശം 45 മിനിറ്റാണ് ഗംഗാരതി നടക്കുന്നത്. ഞങ്ങളിപ്പോൾ ശിവൻ്റെ ഒരു വലിയ പ്രതിമ ഇരുന്നില്ലേ, ആ ഒരു സൈഡിലാണ് ഞങ്ങളിപ്പോൾ വന്ന് ഈ ഗംഗാരതി കാണാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ലേറ്റായിട്ടാണ് ആ ഒരു സ്ഥലം ഓപ്പൺ ആക്കി തന്നത്. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടത്തേക്ക് വന്നു. ഇത്തവണ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഗംഗാരതി കാണാൻ പറ്റും.
ആരതി നടക്കുന്ന അതിനോടൊപ്പം ചേർന്നിരുന്ന് നമുക്കും ആരതി കാണാനൊരു ഭാഗ്യമുണ്ടായി. കാശിയിലെ ആരതി നന്നായി കാണാൻ പറ്റാത്തതുകൊണ്ട് വലിയ വിഷമിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത്രയും ഭംഗിയായി കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. रंजने निरंजने मनोरंजने शिव रंजने कायेन वाचा सबसे ഗംഗാരതിയൊക്കെ നല്ല കൺകുളിർക്കെ കണ്ടു. എന്തൊരു സന്തോഷമായെന്നറിയാവോ. അതിനുശേഷം ഗംഗയിൽ നന്നായിട്ടൊന്ന് കുളിച്ചു. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, എങ്കിലും കുളിച്ചു. 3 തവണ നന്നായിട്ടൊന്ന് മുങ്ങി കുളിച്ചു. അതിനുശേഷം ഞങ്ങളിങ്ങനെ മൺചിരാത് വാങ്ങി ഗംഗയിൽ ഒഴുക്കുകയാണ് കത്തിച്ചിട്ട്. അപ്പം ഞാനും ചേട്ടനും കൂടി ചേർന്നിട്ട് ഒരു മൺചിരാത് ഒരുമിച്ചിങ്ങനെ ഞങ്ങൾ ഗംഗാനദിയിൽ ഒഴുക്കി. ഗംഗാനദിയുടെ ജലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഗംഗാനദിയിൽ നമ്മളൊന്ന് കാല് നനയ്ക്കുമ്പോഴേക്കും ഭയങ്കര തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ ഗംഗാനദിയിലൊന്ന് മുങ്ങി നിവരുമ്പോഴേക്കും ആ ഒരു തണുപ്പ് നമുക്ക് അത്രത്തോളം ഒരു കഠിനമായ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല കേട്ടോ. അത് ഗംഗാനദിയിൽ കുളിച്ചാൽ മാത്രമേ നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. ഗംഗാനദിയിൽ മൺചിരാതെല്ലാം ഞങ്ങളെല്ലാവരും ഒഴുക്കി. അതിനുശേഷം തൊട്ടടുത്തുള്ള പരമാർത്ഥ നികേതൻ എന്ന ആശ്രമവും സന്ദർശിച്ചു. അവിടെയും കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതൊരു യോഗ സെൻറ്ററും കൂടിയാണ്. അവിടുന്ന് ഞങ്ങൾ അവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഇനി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. നാളെ ഞങ്ങൾക്ക് ഹരിദ്വാറിലേക്ക് ട്രെയിനാണ്. ഹരിദ്വാറിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത്. പിന്നെ നിങ്ങൾ മറക്കാതെ കാണണം. കാരണം ഋഷികേശിൽ നമുക്ക് താമസിക്കാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. എന്നാൽ നിങ്ങൾക്ക് ഋഷികേശിൽ വരുമ്പോൾ താമസിക്കാൻ ബെസ്റ്റ് ഒരു ഓപ്ഷനുമായിട്ടാണ് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നത്. അതുകൊണ്ട് പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ.